ശ്രീനാരായണൻ നമ്പൂതിരി 8 MP-മാർക്കാണ് പാർലമെന്റ് സമ്മേളനം അവസാനിക്കാനിരുന്ന അല്ലെങ്കിൽ അവസാനിച്ച ദിവസം പ്രധാനമന്ത്രി വിരുന്നു കൊടുത്തത്. അതിൽ BJP MP-മാരെ കൂടാതെ NK പ്രേമചന്ദ്രൻ, പിന്നെ TDP-യുടെ, അതുപോലെ തന്നെ ഒറീസയിലെ BJD-യുടെ ഒക്കെ MP-മാരായിരുന്നു. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയോ മറ്റ് ഇന്ത്യ സഖ്യകക്ഷികളുടെയോ ഇടത് കക്ഷികളുടെയോ ഒന്നും MP-മാരില്ല. മറിച്ച് BJP-യുടെയും BJP-യെ ആവശ്യമായ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന TDP പോലെയുള്ള BJD പോലെയുള്ള പാർട്ടികളുടെയും MP-മാരായിരുന്നു. അക്കൂട്ടത്തിൽ എന്തിനാണ് RSPയുടെ MP NK പ്രേമചന്ദ്രനെയും വിളിച്ചത്? ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഒരേ ഒരു MP NK പ്രേമചന്ദ്രൻ ആയിരുന്നു. ഈ NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു. പ്രേമചന്ദ്രൻ പോയി ആഹാരം കഴിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. എന്താ ഇത് ഇങ്ങനെ വെപ്രാളപ്പെടാനുള്ളത്? പ്രതിപക്ഷ MP-മാരും പ്രതിപക്ഷത്തിരിക്കുന്ന MP-മാരിലും ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി സമ്മതിക്കും. അങ്ങനെ സമ്മതിക്കുന്നതിന് എന്തിനാണ് ഇത്ര ഈ CPM-ന് പ്രശ്നമുണ്ടാകുന്ന മനസ്സിലാക്കാൻ കാരണം ഈ CPM-ൻ്റെ നിലവിലുള്ള കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ള അസന്തുഷ്ടിയും അതിനോടുള്ള വിയോജിപ്പും അവരുടെ കെടുകാര്യസ്ഥതയും ചർച്ചയാകാതെ നോക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് BJP-യിലേക്ക് വരാൻ ആളുകൾ വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാതിരിക്കണം. ഇതിനൊക്കെ CPM-ന് ഇത് ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇതിൽ? ഇതൊരു സ്വാഭാവികമായി പ്രധാനമന്ത്രി ഒരുമിച്ച് MP-മാരോട് സംസാരിക്കുന്നു, MP-മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതിലെന്ത് പ്രാധാന്യം? ഈ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചാൽ ഉടനെ അയാൾ BJP ചേരുമെന്നൊന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. BJP NK പ്രേമചന്ദ്രൻ BJP ആയിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലയോ എന്നുള്ളത്. NK പ്രേമചന്ദ്രൻ പ്രതിപക്ഷ MP-യാണ്, കോൺഗ്രസിൻ്റെ പിന്തുണയോടെ UPA-യുടെ MP-യാണ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഇന്ത്യ സഖ്യത്തിൽ ആണ് അദ്ദേഹം തുടരുന്നത്. ഇന്ത്യ സഖ്യത്തിൽ അദ്ദേഹത്തെ പാർലമെൻറ്റിൽ അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന പ്രതിപക്ഷ കക്ഷികളിലെ ഒരാളെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ വിളിച്ചു എന്നുള്ളതല്ല. വേറെ ഇപ്പോൾ CPM-ലെ ഒരാളെ വിളിക്കാൻ കണ്ടില്ലായിരിക്കും അദ്ദേഹം. അതിനപ്പുറത്തേക്ക് അതിനെന്താണ് പ്രാധാന്യം? CPM-ലെ ആളില്ലല്ലോ. അങ്ങനെ വിളിക്കാൻ പാകത്തിന് വിളിച്ചാൽ തന്നെ അടുത്തു പോയിരുന്ന 4 അക്ഷരം സംസാരിക്കാൻ പറ്റുന്ന ആൾ ഉള്ളതായിട്ട് തോന്നിയില്ല. അപ്പം ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ടയാൾ ശരി ആ സഭ പിരിയുകയാണ്. സഭ പിരിയാൻ നേരത്ത് ഏറ്റവും അവസാനത്തെ സമ്മേളനമാണ്, ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അതൊരു കോർട്ടസി കോൾ എന്നുള്ള രീതിയിൽ കൊടുത്താൽ പോരെ, പരിഗണിച്ചാൽ പോരെ. CPM പരിഭ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷേ അഭിലാഷ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര പരിഭ്രമം എന്ന് ഒരു അന്തിച്ചർച്ച വെക്കാൻ പാകത്തിന് പ്രാധാന്യം വല്ലതും ഉണ്ടോ അതിന്? എനിക്ക് മാധ്യമങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഇതേക്കുറിച്ചൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടായി, അതുകൊണ്ട് ചർച്ച, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോ NK പ്രേമചന്ദ്രനോ മറ്റാരെങ്കിലുമോ വിവാദം ഉണ്ടാക്കുന്നവർക്ക് സഹായമായി നിൽക്കണമെന്നുള്ളതാണ്. അല്ല, വിവാദമൊന്നുമില്ല. ഇത് സ്വാഭാവികമായ ഒരു രാഷ്ട്രീയ വിഷയമായി വിവാദം ഉണ്ടാക്കാൻ ചിലരുണ്ടാവും. ആ വിവാദം ഉണ്ടാക്കുന്നവർക്ക് കൂട്ടു നിൽക്കേണ്ടവരാണോ മാധ്യമധർമ്മം എന്നാലോചിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇല്ലില്ല, ഇതില് എന്ത് പ്രാധാന്യം എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ചർച്ചയുടെ അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനത്തിലെത്താമെന്ന്. ശ്രീ അരുൺ